പ്രതിപക്ഷ നേതാവിന്റെ പ്രചരണം ഇന്ന് എങ്ങനെയാണ്? UDF ക്യാമ്പിന്റെ പ്രചരണം ഒരു സൺഡേ അവധി ദിവസമായി ഇന്ന് എങ്ങനെയാണ് വിഷ്ണു? ഹാഷ്മി, പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. പക്ഷെ അത് സംഭവിക്കാൻ അനുവദിക്കില്ല. ശക്തമായ പോരാട്ടം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും. 100 സീറ്റിലധികം വിജയിച്ച് UDF അധികാരത്തിൽ വരും എന്ന കോൺഫിഡൻസിലാണ് VD സതീശനുള്ളത്. കഴിഞ്ഞ അസ്വാരസ്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ UDFൽ ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രചരണത്തിലൂടെ സാധിക്കും എന്ന പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണ 21,000 ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ അത് ഇരട്ടിയാക്കാം എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലേക്കും പ്രചരണത്തിന്റെ ഭാഗമായി പോകേണ്ടി വരും. ഇന്ന് അദ്ദേഹം 4:30 കളമശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തും. അതായിരിക്കും ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന് മണ്ഡലത്തിന് പുറത്തുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഇതര മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഇതിനോടകം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് VD സതീശൻ. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഇന്നും ആവർത്തിച്ചത് ഈ BJP CPIM ഡീലാണ്. 10 ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഡീല് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 2020 സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാൻ CPIM രംഗത്തുണ്ട്. പലയിടങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. UDF പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. എറണാകുളത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് പിണങ്ങി നിന്നിരുന്ന എൽദോസ് കുന്നപ്പള്ളി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുകയാണ്. പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിയായ മനോജ് മുത്തേടന്റെ ഒക്കലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അത് എൽദോസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 മണിക്ക് അദ്ദേഹം എത്തും. ഇന്നലെയൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി നേതാക്കളെയൊക്കെ കണ്ട് അദ്ദേഹം ആശ്വാസപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരിൽ നിന്ന് ചില ഉറപ്പുകൾ എന്തൊക്കെയോ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണ്ടും സജീവമാകാം എന്ന മറ്റ് പരാതികളൊന്നുമില്ലാതെ സജീവമാകാമെന്ന തീരുമാനത്തിലേക്ക് എൽദോസ് എത്തിയിട്ടുള്ളത്. അങ്ങനെ അസ്വാരസ്യമുള്ള ആളുകളെയൊക്കെ അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് ടീം UDF ആയി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് UDF ഉള്ളത്. അതിന്റെ മുൻപിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ട്. ഹാഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.